മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കാന്താരി കഴിച്ചതിന്റെ എഫക്റ്റാണ്. പിന്നെ ഇവിടുത്തെ പാചകം ചെയ്യുന്നതെല്ലാം ഞാനാണ്. ഈ സ്ഥലം കട്ടച്ചൊടിക്കാരനാണ്. പിന്നെ നാളത്തേക്ക് വേണ്ടി മിച്ചം വയ്ക്കില്ല, തീരുന്നത് പ്രോസസ്. ഊണ് വീട്ടിൽ നിന്നാണ് ചെയ്തു വരുന്നത്. നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ എങ്ങനെയാണോ അത് മറ്റൊരാളെ കൊടുക്കണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഈ കാന്താരി തേങ്ങാപ്പാലും. ഒരു സുഹൃത്ത് ഏത്രാവേളയിൽ ഇവിടെ നിന്ന് കിട്ടിയ നല്ലൊരു ഭക്ഷണ അനുഭവം എന്നോട് പങ്കുവച്ചാണ് ഈ രുചിയുടെ പറ്റി ഞാൻ അറിഞ്ഞത്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം കഴിഞ്ഞതിന്റെ 50ാം വാർഷികത്തിന് ചെലവായി ആഹാരം കഴിക്കാൻ ഒരിട ആലോചിച്ചപ്പോൾ ഇതാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. നമ്മൾ ആദ്യം പൊറോട്ടയും കട്ടച്ചിൽ കുഴി നാടൻ ചിക്കൻ പെരട്ടും നാടൻ കാന്താരി ചിക്കൻ പെരട്ടുമാണ് വാങ്ങിയത്. ചിക്കൻ പെരട്ട് കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. കൊള്ളാല്ലേ? കാന്താരി മറ്റവരെ കഴിച്ചതല്ലോ. കാന്താരി കഴിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. നാടൻ കോഴിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടല്ലേ? എൻ്റെ എല്ലിൻ്റെ സാധാരണ കഴിക്കുമ്പോൾ എല്ലിൻ്റെ അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. എല്ലിൻ്റെ അവിടെ നിന്നൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് ഈ ചിക്കൻ പെരട്ട്? കൊള്ളാം, ഇഷ്ടപ്പെട്ടു. കാന്താരി കഴിച്ചിട്ടുള്ള മറ്റേതല്ലേ? കാന്താരി ഇതാണ് ഇനി കഴിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്താ ഇത് സാധാരണ നാടൻ പെരട്ട്, ഇത് കാന്താരി. കാന്താരി നമ്മൾ കഴിക്കും. ഇതെങ്ങനെ എരിവ് എല്ലാം കൂടുതലാണ്? എരിവ് കറക്റ്റാണ്? അങ്ങനെ നമുക്ക് പിന്നെ എരിവ് പ്രശ്നമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാമാണ്. അത് സാധാരണ ഈ ചിക്കൻ നാടൻ കോഴിയുടെ ചിക്കൻ പെരട്ടെന്ന് പറയുമ്പോഴേ ചിലപ്പം എല്ല് കുറേ കാണും. അങ്ങനെയില്ലല്ലോ. ഇഷ്ടപ്പെട്ടോ എനിക്ക്? ഇത് ഈ ചമ്മന്തി ഉണ്ടല്ലോ, ചമ്മന്തിയാണ് ഞാൻ ആദ്യം പരീക്ഷിച്ചത്. കാരണം പിന്നെ ഇതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ചമ്മന്തി എടുക്കില്ല. ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ ചിക്കൻ ഗ്രേവി ചെറിയ കഷ്ണവും കിട്ടിയത് നോക്കിയില്ല. ഗ്രേവിയും കൊണ്ടുവന്നു. ഗ്രേവി നല്ല ടേസ്റ്റ് ആയിരുന്നു. ചമ്മന്തി നല്ല രുചിയായിരുന്നു അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ടേസ്റ്റ് ചെയ്തില്ലേ? കാന്താരി അങ്ങനെ നല്ല എരിവുണ്ട്. നിരഞ്ജനിക്കൊന്നും പ്രശ്നമായിരിക്കില്ല. അവളെ എത്ര എരിവ് കണ്ടിട്ടുണ്ടല്ലേ? അവൾക്കൊരു കുഴപ്പമില്ല. അവൾ എത്ര എരിവ് കണ്ടായിരുന്നു. എരിവുണ്ട്. കാന്താരി ഉള്ളവർ എന്തായാലും ഇനി കാന്താരി കുറവ് എരിവില്ല എന്നൊന്നും ആരും പറഞ്ഞ് സങ്കടപ്പെടുന്നില്ല. എരിവുണ്ട്. കാന്താരി ഉള്ളവർ കഴിക്കുന്നവർക്ക് എന്തായാലും നമ്മൾ ഇഷ്ടപ്പെടും അല്ലേ? രുചിയുണ്ട്. ഈ കാന്താരി കഴിച്ചതിൻ്റെ എഫക്റ്റാണ്. എരിവുണ്ട എന്നാടി നിനക്ക്? നമ്മളെ എത്ര നീ എരിവൊക്കെ നിസ്സാരം. നമ്മളെത്ര എരിവ് കണ്ടല്ലേ? ഇഷ്ടപ്പെട്ട ടേസ്റ്റ് ഉണ്ടോ? നീ ശീലിച്ചോളൂ. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. പൊറോട്ട കൂടുതൽ വെച്ചിട്ട് കഴിച്ചതാണ്. പിന്നെ നമ്മൾ പകുതി പുട്ടും അപ്പവുമാണ് വാങ്ങിയത്. സുധയ്ക്ക് അതാണ് ഇഷ്ടപ്പെട്ട കാന്താരിയുടേതാണ്. നാടൻ നിൽക്കുന്നത് രണ്ടും കൊള്ളാം കേട്ടോ. രണ്ടും നല്ല ടേസ്റ്റ്. പുട്ട് നല്ല സോഫ്റ്റാണ്. പുട്ടിൻ്റെ നല്ല ഒരിടത്ത് ഇങ്ങനെ കട്ടിയായിട്ടുള്ളതൊന്നുമില്ല. എല്ലാം നല്ല സോഫ്റ്റാണ്. തരിതരിയായിട്ടുള്ളതാണ് പുട്ട്. അല്ല, അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. നല്ല കൊള്ളായിരുന്നു. പക്ഷേ ഭയങ്കര ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഭയങ്കര വലിയ മൊരിച്ചിലായിട്ടൊന്നുമില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 കട്ടനും 2 ലൈം ജ്യൂസുമാണ് പിന്നെ വാങ്ങിയത്. രണ്ടും നല്ലതായിരുന്നു. ഉടമസ്ഥനോട് സംസാരിച്ച സമയം ഞാൻ മുമ്പ് കട്ടച്ചക്കുഴിയിൽ വേറെ സ്ഥലത്തൊക്കെ വീഡിയോ എടുത്ത കാര്യം സന്ദർഭവശാൽ പരാമർശിച്ചപ്പോൾ അടുത്ത ദിവസം ഇവിടെ വന്നാൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞതിനാലും നല്ല ആഹാരം ആയതിനാലും അടുത്ത ദിവസം ഒന്ന് വീഡിയോ എടുത്തിരുന്നു. ചിക്കൻ പെരട്ട് മാത്രമല്ല, കാന്താരി ചിക്കനും ചിക്കൻ തോരനും ബീഫും വിശദമായി എല്ലാ ചേരുവകളും ചേർക്കുന്ന ഉൾപ്പെടെ എടുത്തിട്ടുണ്ട്. വീഡിയോയുടെ നീളം കൂടിയതിനാൽ ഇതിന്റെ സെക്കൻഡ് പാർട്ടിലായിരിക്കും അത് വരുന്നത്. സെക്കൻഡ് പാർട്ടിന്റെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനുശേഷം കട്ടച്ചൽക്കുഴി വഴിയിടം റെസ്റ്റോറന്റ് ഉടമസ്ഥൻ ഉണ്ണി എന്ന് വിളിപ്പേരുള്ള ശ്രീ ഉദയകുമാർ ചേട്ടനുമായി ഞാൻ സംസാരിക്കുന്നത് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കറിവേപ്പില, മുളക്, പുതിന. ചെറിയ ഉള്ളിയിട്ടാണ് തോരൻ. വലിയ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയാണ്. വലിയ തന്നെ ഉച്ചക്കട വലിയ നല്ല നാടൻ വെളിച്ചെണ്ണ. കാരണം മസാല. ഈ കട എന്നാണ്
തുടങ്ങിയത്? ഇത് തുടങ്ങിയിട്ട് നമ്മൾ 9 മാസം. 9 മാസം. ഇതൊരു പഞ്ചായത്തിൻ്റെ ഒരു വിശ്രമ കേന്ദ്രമാണ് ഇതിൻ്റെ. ഞാൻ അതും പുറത്ത് നോക്കിയപ്പോൾ വിശ്രമ കേന്ദ്രം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അത് അതിന് അപ്പുറത്തായിട്ട് ഉണ്ട് അവിടെ. അപ്പം മൊത്തത്തിൽ ഞാൻ നേരത്തെ എടുത്ത് നടന്നു. പിന്നെ ഇവിടുത്തെ പാചകം ചെയ്യുന്നതെല്ലാം ഞാനാണ്. പൊറോട്ട പോയിട്ട് ബാക്കി നാടൻ കോഴിപ്പരട്ട്, തോരൻ, കാന്താരി, പിന്നെ ബീഫ്, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്. ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പോൾ 65 ചെറിയ പീസാണ്, അത് വെള്ളക്കോഴിയാണ്. പിന്നെ ബാക്കി തോരനും പെരട്ടും കാന്താരി നാടൻ കോഴി. പിന്നെ കട്ടച്ചക്കുഴി പെരട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്ഥലം കട്ടച്ചക്കുഴിക്കാരനാണ്. നമ്മുടെ ഒരു മസാലയാണ് ഇത്. ഈ നാട്ടിൻ പുറത്തുള്ള ഒരു മസാലയുണ്ട്, പഴയ കാലത്തുള്ള മസാല, അത് വെച്ചാണ് ചെയ്യുന്നത്. അത് വേറെ എല്ലാം പൊടിച്ച് നമ്മൾ ചെയ്യുന്നത്. ഞാൻ കട്ടച്ചക്കുഴി പോയിട്ടുണ്ട്. അവിടെ ഇത് ആ താഴെയാണ് എൻ്റെ വീട്. പക്ഷെ കൊള്ളാം. ഞാനിപ്പോൾ എന്തായാലും നമ്മൾ എന്തെങ്കിലും കുറവുണ്ടല്ലേ, സാധാരണ എന്ന് വെച്ചാൽ ചിലർ നമ്മൾ എല്ലാം കൊള്ളാമെന്നൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് അങ്ങനെ ഇങ്ങനെ പറയും. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലേ കറക്റ്റ് തിരുത്താൻ പറ്റും. അതുകൊണ്ട് ഞാൻ സാധാരണ നോക്കും. ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് പിന്നെ പറയണോ വേണ്ടത് കുറച്ച് ആലോചിക്കും. ചേട്ടനാണ്ടിൻ്റെ ഓപ്പണായിട്ട് പറയും. പക്ഷെ നമുക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അതിലും കുറവായിട്ടൊന്നും പറയില്ല. കാര്യം നമ്മൾ പുട്ട് കഴിച്ചത്, പൊറോട്ട കഴിച്ചത്, അപ്പം കഴിച്ചത് എല്ലാം കൊള്ളാം. പിന്നെ ചിക്കൻ പെരട്ടം, മറ്റേ കാന്താരി, ഇത് രണ്ടും കഴിച്ചത്. നേരത്തെ തീർന്നായിരുന്നു. ബീഫ് ഞാൻ ഒരു 5 കിലോക്കകത്തുള്ള ബീഫ് വയ്ക്കുള്ളൂ. പക്ഷെ അത് തീരും, പിന്നീട് വയ്ക്കാൻ നിൽക്കില്ല. നമ്മൾ പുതിയ തുടക്കമായോണ്ട് അതനുസരിച്ച് ആ തീർക്കുക അങ്ങനെ നടത്തും. എല്ലാ സാധനവും പിന്നെ നാളത്തേക്ക് വേണ്ടി മിച്ചം വയ്ക്കില്ല, തീരുന്നതും ക്ലോസ് ചെയ്യും. രാവിലെ അവിടെ നിന്ന് 11 മണി വരെയാണ്. 10, 10:30 ആകുമ്പോഴേക്ക് തിന്നും. ഇപ്പം പെരട്ട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കഴിക്കും. ഇതെല്ലാം നമ്മൾ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ചെയ്യുന്നതാണ്. അപ്പം നമ്മളൊരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു വൃത്തിയും നല്ല ഭക്ഷണമാണല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ, വേറെ ആരുമില്ല. പൊറോട്ട അടിക്കാൻ മാത്രം ഒരു വേറെ ഒരാളാണ്. അതിരിക്കുന്നത് ഞാനാണ്. പിന്നെ ഇവിടെ സാർ ഇതെൻ്റെ മോനാണ്. എനിക്ക് തോന്നി മോനാണ്. അവർ വൈകിട്ട് അവൻ പഠിക്കാൻ പോയിട്ട് വൈകിട്ട് വരും. അനിയൻ ജോലിക്ക് അവനെ സ്കൂളിലാണ്. വൈകുന്നേരം അവന് വന്ന് വയ്ക്കും. നമ്മളെ വേറെ വെളിയിൽ നിന്ന് ഈ 2 പേരുള്ള വേറെ ആരുമില്ല. പിന്നെ ഇത് സമയം രാവിലെ എത്ര മണി? രാവിലെ 8:30 മണിക്ക് ഞാൻ അവിടെ വരും. 10 മണി മുതൽ തുടങ്ങും, രാത്രി 11 മണി. 10 മണിക്ക് ഞാൻ വന്നത് റെഡിയാകും. ഒരു 10-10:30 പിന്നെ ഊണ് വീട്ടിൽ നിന്നാണ് ചെയ്ത് വരുന്നത്. വീട് താഴെയാണ്. അമ്മയും വൈഫുമാണ് ഊണ് റെഡിയാക്കി തരുന്നത്. അനിയൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ അടുത്തടുത്താണ് വീട്, കുടുംബ വീടാണ്. അപ്പോൾ അവർ ഊണ് റെഡിയാക്കി തരും. 11 മണിയാകുമ്പോൾ ഊണ് ഇവിടെ എത്തും. 11 മണി മുതൽ 2 മണി 2:30 ആകുമ്പോൾ ഊണ് ചെയ്യും. പിന്നെ മീനുണ്ട്. നമ്മൾ വിഴിഞ്ഞത്ത് പോയി കുറച്ച് മീനുണ്ട്. ആ ഊണിനുള്ള സമയത്തുള്ള മീനെല്ലാം ഉണ്ടാവും. 2-3 ഐറ്റം മീനുണ്ടാവും. പിന്നെ ഇതിന് മുമ്പ്, അതായത് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ചേട്ടൻ എന്തെങ്കിലും പ്രീവിയസ് ആയിട്ട് മുമ്പ്? ഞാൻ ഒരു 8 വർഷത്തോളം അവിടെ നമ്മുടെ എൻ്റെ ഒരു മാവൻ്റെ മക്കളുടെ ഹോട്ടലുണ്ട്. ഞാൻ തന്നെയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അവർ ശാസ്ത്രമംഗലത്തുണ്ട്, അവർ കടക്കൂട്ടത്തുണ്ട്. അവരുടെ കൂടെ തന്നെയാണ്. ഇതെനിക്ക് കിട്ടിയപ്പോൾ ഇങ്ങോട്ട് അങ്ങോട്ട് പോകാനുള്ള രാവിലെ 8:30 മണിക്ക് പോകണം. അപ്പോൾ ആ ഒരു യാത്ര സൗകര്യം ബുദ്ധിമുട്ടായപ്പോഴും ഇത് ഇങ്ങോട്ട് മാറിയുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാണ്. ഇതിന് പരിചയം എത്രയും പെട്ടെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നത്, നമ്മൾക്ക് നമ്മുടെ മനസ്സറിഞ്ഞ് ചെയ്യുന്നതാണ്. അതിനകത്ത് വേറെ ഒരു ഇതുമായത് നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ എങ്ങനെയാണോ അത് മറ്റൊരാളെ കൊടുക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ചേട്ടാ കാന്താരി കാണിച്ചായിരുന്നു, അതൊന്ന് ഞാൻ കണ്ടു. കാന്താരി മുളകിൽ വേണമെന്നുണ്ടെങ്കിൽ കാന്താരി, തേങ്ങാപ്പാലും, ഇഞ്ചി വെച്ച്, പിന്നെ നമ്മുടെ ആ മസാല, പിന്നെ മല്ലിപ്പൊടിയോ വേറെ ഉള്ളതൊന്നും ചെയ്യും. അതിലാണ് വേവിച്ചെടുക്കുന്നത്. അതാണ് ആ ഇതൊരു ഗുണമുള്ള സാധനം. കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. നമുക്ക് കഴിക്കണം. കാന്താരി വേറെ മുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. കഴിക്കുന്നവർക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ ഇത് ഉള്ളത് ഇല്ലാത്ത ദിവസം ഇല്ല, ഞാൻ ഇല്ലെന്ന് പറയും. ഉള്ളപ്പോഴും മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പം തന്നെ 900 രൂപയാണ് 1 കിലോയ്ക്ക്. ഇന്നലെ വാങ്ങിച്ചതിൻ്റെ ബാക്കിയാണ്. പിന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വീണ്ടും പോവുക. ഇല്ലാത്ത ദിവസം ഇല്ല എന്ന് പറയും. വീട്ടിൽ കുറച്ച് നടാലോ. വീട്ടിൽ നമ്മൾ വീട്ടിൽ നടും പഞ്ചായത്ത് കിട്ടുന്നു. നമ്മൾ ഇത് അതിന് വളർത്താൻ വേണ്ടി നടുമ്പോൾ ചിലപ്പോൾ കിട്ടൂല. അല്ലാതെ വെറുതെ ഓടിക്കുമ്പോൾ ചിലപ്പോൾ വരും. അതെ, ചാലെന്ന് വാങ്ങിക്കുന്നത്. ചാലയിൽ പോയപ്പോൾ കിട്ടും. അവിടെ ഓരോ ദിവസം ഓരോ വിലയാണ്. എന്നാലും ഞാൻ ഇല്ലാത്ത ദിവസം ഇല്ലെന്നേ പറയുള്ളൂ. അല്ലാതെ വേറെ ചെയ്തിട്ട് നമ്മൾ ഒരു കള്ളത്തിനെ കാണിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ചെയ്യുന്ന നല്ല രീതി ചെയ്യുക. അല്ല, നമുക്ക് നല്ലതുണ്ടെങ്കിൽ ഇപ്പം ആരെങ്കിലും വന്നിപ്പം ഈ ബ്ലോഗ് ഇട്ടാലോ പോസ്റ്റ് ഇട്ടാലോ ടെമ്പററി കുറച്ച് ആൾക്കാർ വരും. പക്ഷേ ആഹാരം കൊണ്ടാണെങ്കിലേ പിന്നെ പെർമനന്റ് ആയിട്ടാണ് വൈകുന്നേരം ഫാമിലിയൊക്കെ വരുന്നത്. വൈകിട്ട് ഫാമിലി വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയിൽ ഇവിടെ നമ്മൾ തുടങ്ങിയ ആദ്യമാണ്. അപ്പം തുടക്കത്തിൽ നിന്ന് അങ്ങനെ വരുന്നത് തന്നെ ഒരു ഇതാണ്. അപ്പം അതനുസരിച്ചുള്ള പെരുമാറിയ രീതി നമ്മൾ ചെയ്യുക. നല്ല സർവീസ് ഉള്ളത് നല്ലതായിരുന്നു. എനിക്ക് കണ്ടപ്പോൾ തോന്നി. കാരണം നമ്മൾ ഈ നിൽക്കുന്ന ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ ഓണം അല്ലെങ്കിൽ മകന് അങ്ങനെയുള്ള അടുത്ത ആൾക്കാരൊക്കെ ആ ഒരു എനിക്ക് കണ്ടിട്ടുണ്ട്. സാധാരണ ചിലപ്പോൾ എല്ലാ ജോലിക്കാർക്കും ആ ഒരു
നമുക്ക് ജോലി നമ്മുടെ ജീവിതമാണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥത, അത് ജോലിക്ക് ഒരു അന്തസ്സുണ്ട്. നമ്മൾ രാവിലെ തൊട്ട് ഞാൻ എല്ലാ പണിയും ചെയ്തു. ഇവർ വരുമ്പോൾ മാത്രം എനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും. അപ്പോൾ ഞാൻ തന്നെ ബാക്കി നാളത്തേക്കൂടെ മലക്കറി മറ്റുള്ള സാധനം എല്ലാം വാങ്ങിക്കും. സാധനം ഞാൻ പോയിട്ട് വന്നത് എല്ലാം വാങ്ങിച്ച് റെഡിയാണ്. അത് വീട്ടിൽ കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അവരത് കട്ട് ചെയ്ത് വയ്ക്കും. ഞാൻ ചെയ്യുന്നതാണ്. ശരിയേട്ടാ, ശരി വന്നേ വന്നു. ശരി. കട്ടച്ചൽക്കുഴി ജംഗ്ഷനിലാണ് വഴിയട എന്ന ഈ ഭക്ഷണയിടം. കടയുടെ അടുത്തായി ശ്രീനാരായണ അപ്പർ പ്രൈമറി സ്കൂളിന്റെ ആർച്ച് കാണാം. അത് കഴിഞ്ഞ് പോസ്റ്റ് ഓഫീസും. എതിർവശത്തായി കേരള കാർഷിക സർവകലാശാല നാളികേര ഗവേഷണ കേന്ദ്രവും കാണാം. ആഹാരം കൊള്ളാമായിരുന്നു എന്ന് അമ്മയെ വിളിച്ചു പറഞ്ഞപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും ചെലവ് കുറഞ്ഞു പോയി എന്ന അമ്മ. കുറച്ചുകൂടെ കാശിന് കഴിക്കാൻ. ഞാൻ പറഞ്ഞത് എത്ര രൂപയ്ക്ക് കഴിച്ചു എന്നതിനേക്കാൾ ആഹാരം കഴിച്ചു കിട്ടിയ സംതൃപ്തിയാണല്ലോ വലുത് എന്നായിരുന്നു. അതെന്തായാലും ഇവിടെ നിന്ന് കിട്ടി. നല്ലൊരു ദിവസമായിട്ട് ആഹാരം കുളമാകുമോ എന്നൊരു ചെറിയൊരു പേടിയുണ്ടായിരുന്നു. സുഹൃത്ത് പറഞ്ഞെങ്കിലും ഒരു റെസ്റ്റോറന്റ് ആകുമ്പോൾ ഷെഫ് മാറാം, ചേരുവകളുടെ അനുപാതം മാറി, രുചി ഒരുപക്ഷെ മാറാം. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചില്ല. എല്ലാം കൊണ്ടും നല്ല അനുഭവം. അടുത്ത ദിവസം വീഡിയോ എടുക്കാൻ പോയപ്പോൾ ചിക്കൻ തോരനും ബീഫ് റോസ്റ്റുമാണ് വാങ്ങിയത്. അതും നല്ല അനുഭവമാണ് തോന്നിയത്. വ്യക്തിപരമായി എനിക്ക് തോന്നിയത് ഇവിടെ വന്നാൽ തീർച്ചയായും പരീക്ഷിക്കേണ്ടതാണ് ഇവിടുത്തെ കട്ടച്ചൽക്കുഴി നാടൻ ചിക്കൻ പെരട്ടും കട്ടച്ചൽക്കുഴി നാടൻ കാന്താരി പെരട്ടും. കാന്താരിക്ക് അതിൻ്റെതായ ഒരു എരിവ് കാണുമെങ്കിലും കാന്താരി പ്രിയർ ഇത് വിട്ടുകളയേണ്ട, സംഭവം പൊളിയാണ്.